എല്ലാവർക്കും നമസ്കാരം. മെക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. IPL തുടങ്ങാൻ ഇനി കേവലം ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. എന്നാൽ അതിന് മുന്നോടിയായി നടന്ന ഒരു മാസത്തോളം നീണ്ടുനിന്ന വനിതാ പ്രീമിയർ ലീഗിന് കൊടിയിറങ്ങാൻ പോവുകയാണ്. കലാശപ്പോരാട്ടത്തിൽ സൂപ്പർ സൺഡേ ക്ലാഷിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഡൽഹി ക്യാപിറ്റൽസുമാണ് ഫൈനലിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന എലിമിനേറ്റർ പോരാട്ടത്തിൽ ഹർമൻപ്രീത് കൗർ നയിച്ച മുംബൈ ഇന്ത്യൻസിനെ 5 റൺസിന് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സ്മൃതി മന്ധാനയുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ തങ്ങളുടെ ആദ്യ WPL കലാശപ്പോരാട്ടത്തിൻ്റെ ടിക്കറ്റ് ഉറപ്പാക്കിയിട്ടുള്ളത്. ഞായറാഴ്ച നടക്കുന്ന പോരാട്ടത്തിൽ മെഗ് ലാനിംഗ് നേതൃത്വം നൽകുന്ന ഡൽഹി ക്യാപിറ്റൽസാണ് RCB വുമൻ്റെ എതിരാളികൾ. ഇന്നലെ ആദ്യം ബാറ്റ് ചെയ്ത RCB 6 വിക്കറ്റ് നഷ്ടത്തിൽ 135 റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ മുംബൈ 6 വിക്കറ്റ് നഷ്ടത്തിൽ 130 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. അവസാന 3 ഓവറുകളിൽ 20 റൺസ് മാത്രം 20 റൺസും 7 വിക്കറ്റുകളും കയ്യിലുണ്ടായിരുന്ന മുംബൈ ഇന്ത്യൻസ് പക്ഷേ അപ്രതീക്ഷിതമായി തകർന്നടിയുകയായിരുന്നു. അവസാന ഓവറുകളിൽ മികച്ച ബോളിംഗ് പ്രകടനം നടത്തിയ RCB ബൗളേഴ്സിൻ്റെ ഒരു പ്രകടനം കൊണ്ട് തന്നെയാണ് RCB കലാശപ്പോരാട്ടത്തിന് RCBയുടെ ബാറ്റിംഗ് ലൈനപ്പിലേക്ക് ഒരു ടോസ് നേടി ഇന്നലെ ബാറ്റിംഗ് തിരഞ്ഞെടുത്ത RCB തുടക്കത്തിൽ തന്നെ തകർന്നടിയുകയായിരുന്നു. ക്യാപ്റ്റൻ സ്മൃതി മന്ധാന അതോടൊപ്പം തന്നെ മറ്റൊരു ഓപ്പണർ സോഫി ഡിവൻ എന്നിവരടക്കമുള്ള ബാറ്റിംഗ് ആദ്യത്തെ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നിര 10 റൺസിന് പുറത്തായപ്പോൾ എലീസ പെറി 66 അതോടൊപ്പം തന്നെ അവസാന ഓവറുകളിൽ ആഞ്ഞടിച്ച റിച്ച ഘോഷും 14, സോഫി മൊളിനെക്സ് 11, വെയർഹാം 18 എന്നിവരുടെ ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് RCB ഭേദപ്പെട്ട ഒരു ടോട്ടലിലേക്ക് എത്തിച്ചത്. മുംബൈയുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റും ഇന്നലെ മികച്ച പ്രകടനം തന്നെയായിരുന്നു പുറത്തെടുത്തത്. ഹെയ്ലി മാത്യൂസും നാറ്റ് സിവർ ബ്രണ്ടും അതോടൊപ്പം തന്നെ സൈക്ക ഇസാക്കും 2 വിക്കറ്റ് വീതം നേടിയിട്ടുണ്ട്. RCBയുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ ശ്രേയങ്ക പട്ടേൽ 2 വിക്കറ്റും അവസാന ഓവറിൽ അതായത് 20ാം ഓവറിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത മലയാളി താരം ആശാ ശോഭനയുടെ ഇന്നിങ്സും എടുത്തു പറയേണ്ടതാണ്. 1 വിക്കറ്റും ആശാ ശോഭന നേടിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മുംബൈക്ക് വേണ്ടി ടോപ്പ് സ്കോററായത് അവരുടെ നായകൻ ഹർമൻപ്രീത് കൗറായിരുന്നു. 33 റൺസാണ് ഹർമൻപ്രീത് എടുത്തിട്ടുള്ളത്. സോ RCBയുടെ ആദ്യ WPL ഫൈനലാണ്. അതോടൊപ്പം തന്നെ DCയുടെ തുടർച്ചയായ 2ാം ഫൈനലാണ്. കഴിഞ്ഞ വർഷം WPLൻ്റെ ആദ്യ സീസണിൽ ഫൈനൽ കളിച്ചിരുന്നു അവർ, പക്ഷേ അന്ന് ഇതേ മുംബൈ ഇന്ത്യൻസിനോട് തന്നെ പരാജയപ്പെടുകയായിരുന്നു. സോ ആദ്യ കിരീടം ലക്ഷ്യമിട്ടിരിക്കുന്ന 2 ടീമുകൾ കിടിലൻ പോരാട്ടത്തിലാണ് സൂപ്പർ സൺഡേ ക്ലാഷിൽ WPL ഏറ്റുമുട്ടാൻ പോകുന്നത്. കാത്തിരിക്കാം. IPL കിരീടം ഇതുവരെ ഉയർത്താൻ സാധിക്കാത്ത RCBയുടെ പുരുഷ ടീമിനെ പിന്തള്ളിക്കൊണ്ട് RCBയുടെ വനിതാ ടീം ആദ്യ WPL കിരീടം ഉയർത്തുമോ? അതുപോലെ തന്നെയാണ് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ കാര്യം. ഡൽഹി ക്യാപിറ്റൽസിൻ്റെ പുരുഷ ടീമിന് ഇതുവരെ IPL കിരീടം ഉയർത്താൻ സാധിച്ചിട്ടില്ല. സോ കാത്തിരിക്കാം. RCB വേഴ്സസ് DC WPL ഫൈനൽ ക്ലാഷ്.